നമുക്കിന്ന് വിശ്വാസ ചരിത്രത്തിലെ മഹത്തായ ഒരു കാഴ്ചയിലേക്ക് കണ്ണോടിക്കാം. 1608 യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമായ ലിത്വേനിയയിൽ കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കാൻ ശിലുവ എന്ന കൊച്ചു ഗ്രാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ ഒരു സംഭവമാണ് നാം ഇന്നിവിടെ ഓർമ്മിച്ചെടുക്കുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ദൈവം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചില ദിവ്യ നിമിഷങ്ങളുണ്ട്. അത്തരത്തിലൊരു ദിവ്യമായ ഇടപെടലാണ് 1608 യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ലിത്വേനിയയിലെ ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണം. കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്താൽ മൂടപ്പെടുകയും ദേവാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും വിശ്വാസികളെ ഭ്രാന്തന്മാരായി കാണുകയും ചെയ്തിരുന്ന കാലഘട്ടം. പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന്റെ തിരമാലയിൽ കത്തോലിക്ക വിശ്വാസം വലിയ സമ്മർദ്ദങ്ങളും ദുരിതങ്ങളും നേരിട്ട കാലം. ആകാശത്തിൽ നിന്നൊരു കൈപ്പിടിത്തണലായി കാടുകളിൽ പശുക്കളെ മേയിച്ചിരുന്ന കുട്ടികളുടെ മുമ്പിൽ പാറയിടുക്കിൽ ശോഭയേറിയ വസ്ത്രം ധരിച്ച് ദുഃഖിച്ച മുഖത്തോടെ കൈകളിൽ ഉണ്ണീശോയെ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. ഈ സംഭവം നടക്കുമ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് ശാസ്ത്ര വിദഗ്ധനും പാസ്റ്ററുമായ കാൾവിനിസ് മിനിസ്ട്രോ അവിടെ എത്തി പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, നീ ദുഃഖിക്കുന്നത് എന്തിനാണ് എന്ന്. അമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഈ സ്ഥലത്ത് എന്റെ മകനായ ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചിരുന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് പശുക്കളുടെ മേച്ചിൽ സ്ഥലമായി മാറിയിരിക്കുന്നു എന്ന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ആ ഗ്രാമീണ ജനത നശിപ്പിക്കപ്പെട്ട പള്ളിയുടെ അടയാളങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ആദ്യകാലങ്ങളിൽ ആ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷി ആയിരുന്ന ജോണാസ് എന്ന വൃദ്ധൻ പഴയ പള്ളിയിലെ വിശുദ്ധ വസ്തുക്കൾ കാൽവിനിസ്റ്റ് നശീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാനായി കാട്ടിൽ ഒരു കല്ലിന്റെ കീഴിൽ കുഴിച്ചിട്ടിരിക്കുന്നതായും അതെടുക്കുവാൻ തനിക്കിപ്പോൾ കാഴ്ചയില്ല എന്നും അറിയിച്ചു. എങ്കിലും ജോണാസ് എന്ന വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് പഴയ പള്ളിയുടെ ആൽബം, വിശുദ്ധ പാത്രങ്ങൾ എല്ലാം കണ്ടെത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, വിശുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയപ്പോൾ തന്നെ ജോണാസിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഈ സാക്ഷ്യമനുസരിച്ച് 1775 പരിശുദ്ധ പിയൂസ് ആറാമൻ മാർപ്പാപ്പ ഈ പ്രത്യക്ഷീകരണത്തിന് അംഗീകാരം നൽകി. അങ്ങനെ സഭ അംഗീകരിച്ച ആദ്യ പ്രത്യക്ഷതകളിൽ ഒന്നായി ഇത് മാറി. ഇന്ന് ലിത്വേനിയയിലെ കൊച്ചു ഗ്രാമമായ ശിലുവ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 8 മുതൽ 12 വരെ ധാരാളം തീർത്ഥാടകർ എത്തി പ്രാർത്ഥിക്കുന്ന ഇടമായി മാറി. ലിത്വേനിയയിൽ ഇന്ന് 77% ആളുകൾ ക്രിസ്ത്യാനികൾ ആണ് എന്ന് പറയപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസം ഇന്ന് ലിത്വേനിയ രാജ്യത്തിന്റെ ഹൃദയമായി നിലനിൽക്കുമ്പോൾ 1608 മാതാവിന്റെ പ്രത്യക്ഷീകരണം ആ ദേശത്തിന്റെ സംരക്ഷണ കവചമായി ഇന്നും നിലകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, പരാജയത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നാലും പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്നലെ ലിത്വേനിയയിൽ, ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് നമ്മെ തേടിയെത്തുന്ന പരിശുദ്ധ അമ്മ. 1608 ലിത്വേനിയയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ രാജ്യത്തെ ഉണർത്തിയ ആത്മവാതിലുകൾ ഇന്ന് നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും ഉണർത്തപ്പെടട്ടെ. വിശ്വാസം സംരക്ഷിക്കപ്പെടട്ടെ. സഭ വിശുദ്ധമായി നിലകൊള്ളട്ടെ.